നമ്മൾ ന്യൂ ഇയർ പാർട്ടിക്ക് പോകാം കേട്ടോ. അപ്പോൾ ശരിക്കും നല്ല തണുപ്പുണ്ടേ, അതുകൊണ്ടാണ് ഇതൊക്കെ ഇട്ടേക്കുന്നത്. പുറത്തിറങ്ങുമ്പോൾ സൂചി കുത്തുന്ന പോലത്തെ തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അകത്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തണുപ്പ് അടിച്ചാൽ പ്രശ്നം വരുമെന്ന് വെച്ചിട്ടാണ് തൊപ്പിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള ജാക്കറ്റ് ഞാൻ ഇട്ട കേട്ടോ. അപ്പോൾ ഇന്ന് ഒത്തിരി വ്യത്യാസമായിട്ടൊരു വ്ളോഗാട്ടോ. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇവിടുത്തെ ന്യൂ ഇയർ പാർട്ടിയുടെ കുറച്ച് വിശേഷങ്ങളിടാന്ന്. അപ്പോൾ അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. നല്ല തണുപ്പാന്ന് ഞാൻ പറഞ്ഞല്ലോ. രാഖയെ കുറച്ച് നേരത്തെ പോയി കേട്ടോ. കാരണം ഇത് നമ്മുടെ കമ്പനി നടത്തുന്നതാണല്ലോ. അവിടെ ഒഫീഷ്യലായിട്ട് കുറച്ച് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും, പിന്നെ രാഖയാണ് അവിടെ കോമ്പയറിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ രാഖയെ നേരത്തെ പോയി ഞാനും അമ്മയും അങ്കുവും കൂടെ ദേ പോകാൻ നിൽക്കുക. അവർക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഉള്ള തയ്യാറെടുപ്പാട്ടോ ഇത്. അവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ക്രിസ്മസ് കഴിഞ്ഞ് ഇപ്പൊ ന്യൂ ഇയറാ. പറഞ്ഞു ന്യൂ ഇയർ വരാൻ. ഹാപ്പി ന്യൂ ഇയർ വരാൻ. ഓക്കെ, നമ്മൾ ഇറങ്ങുക. രാഖി നേരത്തെ പോയിട്ടോ. രാഖയ്ക്ക് ഇവിടെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് എന്തൊക്കെയോ ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ട്. ഒഫീഷ്യലായിട്ട് കുറച്ച് ഒഫീഷ്യൽ എന്തൊക്കെയോ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ ഈ അമ്മയൊക്കെ ഫ്രണ്ടിൽ പോയി. അതൊക്കെ പോയി തുടങ്ങുന്നേ ഉള്ളൂ. അമ്മയും അങ്ങും ദേ ഫ്രണ്ടിൽ പോയി. നല്ല തണുപ്പാ ശരിക്കും. അപ്പം നമ്മുടെ ടൗൺഷിപ്പിലെ വീടുകളൊക്കെ സൈലന്റ് ആയേ. ശ്വസിക്കുമ്പോഴും പറയുമ്പോഴൊക്കെ വായിക്കടെ പുക പോകുക. നോക്ക്, കണ്ടോ, നമ്മുടെ വായിന്ന് വരുന്ന ആ ചൂടും പുറത്തുള്ള തണുപ്പിന്റെ ആ കെമിസ്ട്രിയാണ് പുകയായിട്ട് പുറത്ത് വരുന്നത്. കാണിച്ചേ കാണിച്ചേ. അത് മുയല അമ്മ, നമ്മൾ സ്ഥിരം കാണുന്ന മുയല. അത് തന്നെ വലിയ മുയല. അത് ഇതിലെ കൂടെ വേണ്ട മോനെ, വെള്ളമായിരിക്കും, ഷൂസിലൊക്കെ പറ്റും. ഇതിലെ കൂടെ കയറി. തണുപ്പത്ത് അങ്കുവിന്റെ ഗന്നൻ സ്റ്റൈല് ഡാൻസ്. അപ്പൊ മൂടി പൊതിച്ചിട്ട തണുത്ത വീഡിയോ കേട്ടോ. ഇത് എവിടെയാണ് നടക്കുന്നത് വെച്ചാൽ നമ്മുടെ ഗസ്റ്റ് ഹൗസിന്റെ ഫ്രണ്ടിലെ ലോണാണ്. നമ്മൾ നേരത്തെ ഫുഡൊക്കെ കഴിക്കാൻ വന്നിട്ടില്ലേ, ലഞ്ചൊക്കെ കഴിക്കാൻ, അതിന്റെ ഫ്രണ്ടിൽ ആ ലോണിലാണ്. നേരത്തെ ഒരു എക്സിബിഷനും കാര്യങ്ങളൊക്കെ വന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എത്തി കേട്ടോ. നമ്മുടെ പഴയ നെയ്ബേഴ്സ് അരേഖ ദീദി സാറും ആ അംഗമായിട്ട് പോകുന്നത്. രാഖയുടെ വോയിസ് ഞാൻ കേട്ടു കേട്ടോ. എന്തൊക്കെയോ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പാർട്ടികളൊന്നും എന്റർടൈൻ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ ഇവിടുത്തെ ഈ ന്യൂ ഇയർ പാർട്ടി എന്തോ എനിക്ക് ഒത്തിരി ഇഷ്ടം കേട്ടോ. അതിന് ഞാൻ മനസ്സായിട്ടാണ് വരുന്നത്. രാഖയുടെ ശബ്ദം നമുക്ക് കേൾക്കാവേ. എൻട്രിയിൽ തന്നെ കിഡ് സെക്ഷൻ ആട്ടോ. അവരുടെ കളിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളും പഞ്ഞി മിഠായിയും പോപ്കോണും, പിന്നെ അങ്ങോട്ട് ആ ഒരു സൈഡ് ഫുള്ള് ഫുഡാണ്. ഫുഡ് നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം, വെജോ നോൺ വെജോ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, നമുക്ക് പോയും കഴിക്കാം. അങ്ങനെ എന്താ പറയുക, ഫുഡ് കഴിച്ച് മരിക്കാം എന്ന് പറയത്തില്ലേ, ആ രീതിയിലാണ് ഇവിടെ വന്നത്. അത്രത്തോളം ഐറ്റംസ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം ഓരോന്നായിട്ട്. ആദ്യം തന്നെ ദേ പാനിലാണ് തുടങ്ങുന്നത്. മസാല പാൻ, പലതരത്തിലുള്ള പാൻ. എനിക്കറിയത്തില്ല, ഞാനിതൊന്നും കഴിക്കാത്തതുകൊണ്ട് ഞാൻ ആ സെക്ഷനിലോട്ടൊന്നും ടേസ്റ്റ് ഒന്നും ചെയ്യാൻ നോക്കില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ. കണ്ടോ, ഇതൊക്കെ പാനിന്റെ സെക്ഷനാണ്. പിന്നെ കോഫി, ടീ വാങ്ങിച്ചു. അപ്പം ഞങ്ങൾ ഓരോ സൂപ്പ് എടുത്തിട്ട് വന്നിരിക്കുക. ഞാൻ രാക്കേനെ കാണിച്ചു തരാം കേട്ടോ. രാക്ക അവിടെ നിൽപ്പുണ്ട്. നമ്മുടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ, അവിടെ DJയും കാര്യങ്ങളൊക്കെ ഇനി സ്റ്റാർട്ട് ചെയ്യും. അപ്പം ആദ്യം ഇവരുടെ ഒഫീഷ്യൽ എന്തോ പ്രൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൊമ്പയറിംഗ് ആണ് രാക്ക ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതേ നിൽക്കുന്നു നമ്മുടെ രാഖ മൈക്കൊക്കെ പിടിച്ചിട്ട്. ഇതിനു വേണ്ടിയാ നേരത്തെ വന്നത്. ഞങ്ങൾ കുറച്ച് താമസിച്ചാണ് വന്ന കേട്ടോ. നമുക്കിതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഞങ്ങൾ സൂപ്പ്, ഞങ്ങൾ 3 പേര് സൂപ്പ് എടുത്തിട്ടോ. തണുപ്പത്തെ ഏറ്റവും ബെസ്റ്റ് സൂപ്പ് തന്നെയാണ്. അപ്പോൾ അത് ഒരു സ്റ്റാർട്ടർ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഞാൻ ഫുഡ് കൗണ്ടേഴ്സ് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് പാനിപൂരി, അതായത് സ്നാക്ക് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. പാനിപൂരി അതില്ലാതെ നോർത്ത് ഇന്ത്യ ഇല്ല. പാനിപൂരിയാണല്ലോ മെയിൻ. ഗോൾഗപ്പ എന്നും പറയും. അപ്പോഴത്തേക്ക് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നു കേട്ടോ.
അവരുടെ എല്ലാം പ്രൈവസിയെ റെസ്പെക്ട് ചെയ്താട്ടോ ഞാൻ ഇടാത്ത. നമുക്ക് അറിയത്തില്ലല്ലോ അവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന്, അതുകൊണ്ടാട്ടോ അവരെ ഒന്നും കാണിക്കാത്ത. സോറി. പിന്നെ ഓരോരോ സ്പെഷ്യാലിറ്റീസ് ആട്ടോ. എന്തോ ദാൽ മുറദാബാദി എന്നൊക്കെ പറയും. പുതിയ പുതിയ എന്തൊക്കെ ഡിഷസും ഉണ്ട്, അല്ല നമുക്ക് അറിയാവുന്ന ഡിഷസും ഉണ്ട്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾക്ക് സ്നാക്കിൽ വെജിറ്റേറിയൻ വെച്ചാൽ തുടങ്ങുന്നത്, പിന്നെ അങ്ങോട്ട് നോൺ വെജിറ്റേറിയൻ സെക്ഷനാണ്. സ്നാക്സിൽ തന്നെ വരുന്നതാണല്ലോ പാവഭാജിയും കാര്യങ്ങളും. പിന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്നാക്സ് ആയിട്ട് ഇവിടെ എടുക്കുന്നത് ദോശയൊക്കെ ആട്ടോ, നമ്മുടെ മെയിൻ ഫുഡ് ദോശ. പിന്നെ അവരുടെ തന്നെ ചീല എന്നൊക്കെ പറയും. ബേസാൻ ചീല, മൂങ്ദാൽ ചീല, പച്ചപ്പയറും കടലമാവൊക്കെ വെച്ചിട്ട്. പിന്നെ പനീർ ഇങ്ങനെ തന്തൂർ ചെയ്തതും, സോയ, കോണ്. വെജിറ്റേറിയൻ സെക്ഷനിൽ ഒരുപാടുണ്ട്, പക്ഷെ നമ്മൾ അധികം ഒന്നും അത് ടേസ്റ്റ് ചെയ്തില്ല. നമ്മൾ നോൺ വെജ് സെക്ഷനിലോട്ടാണ് പോകുന്നത്. നമുക്കത് മതിയല്ലോ. കുറേ ഉണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ കാണിക്കാന്ന് വെച്ചാൽ അവർ ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ചെന്ന് എടുക്കുന്ന മോശമല്ലേ. പിന്നെ ഇതൊക്കെ നോൺ വെജിൻ്റെ സെക്ഷൻ ആയിരുന്നു ഒരു സൈഡിൽ. പിന്നെ മെയിൻ ഡിഷസ് ഞാൻ കാണിച്ചാൽ അങ്ങോട്ടൊന്നും ആരും വന്നിട്ടില്ല, കാരണം അധികം ആൾക്കാർക്ക് വേണ്ടല്ല. അത് സ്നാക്കാണ് കൂടുതലും കഴിക്കുന്നത്. ബട്ടർ ചിക്കനും ഫിഷ് കറിയും മട്ടൻ്റെയും പനീറും ദാലും കുറേ ഐറ്റംസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങളും ഇതൊന്നും തൊട്ടേ നോക്കിയില്ല. ഈ സെക്ഷനിൽ ജസ്റ്റ് ഇങ്ങനെ നോക്കിയുള്ളൂ. ബിരിയാണി, നൂഡിൽസ്, റൊട്ടി തന്നെ പലതരം. ഞങ്ങൾ ഇതൊന്നും കഴിച്ചില്ല കേട്ടോ, കാരണം സ്റ്റാർട്ടർ കഴിച്ച് തന്നെ ഞങ്ങളുടെ വയറ് നിറഞ്ഞു. മട്ടൻ്റെ തന്നെ 2 ടൈപ്പ് ഉണ്ടായിരുന്നു, ചിക്കൻ്റെ പിന്നെ തന്തൂരിയും പിന്നെ അത് എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുട്ട വെച്ചിട്ടുള്ള അതൊക്കെ കഴിച്ചപ്പോൾ തന്നെ സ്റ്റഫ്ഡ് ആയി. ഇതൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്തതേ ഉള്ളൂ. ഞങ്ങൾ ഇതൊന്നും കഴിക്കാനേ ഇങ്ങോട്ട് വന്നില്ല. പിന്നെ കുറേ ഡെസേർട്ട് സെക്ഷൻ ഉണ്ടായിരുന്നു, അവിടുന്ന് കുറച്ച് കഴിച്ചോണ്ട് ഞങ്ങളുടെ വയറ് നിറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും കഴിക്കാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ എന്താ പറയുക. പിന്നെ റൈത്തയും കാര്യങ്ങളും അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ റൊട്ടി സെക്ഷനും സ്വീറ്റ് സെക്ഷനും. റൊട്ടി പലതരം റൊട്ടികളാണ്. ഞങ്ങളിതൊന്നും ഞാൻ പറഞ്ഞല്ലോ കഴിച്ചതുമില്ല നോക്കിയതുമില്ല. പിന്നെ ഡെസേർട്ട് സെക്ഷനിൽ ചൂടോടെ ജിലേബി, ഗാജർ ഹൽവ, നമ്മുടെ ക്യാരറ്റ് കൊണ്ടല്ല ഹൽവയല്ലേ, ക്യാരറ്റ് കൊണ്ടല്ല ഹൽവയായത്. പിന്നെ ജിലേബി അവർ ചൂടോടെ ഇങ്ങനെ ഉണ്ടാക്കും. പിന്നെ ഗുലാബ് ജാമുനും കാലാ ജാമുനും ഉണ്ട്. കറുത്ത കളറിലെ ഗുലാബ് ജാമുനാണ് ഇവർ കാലാ ജാമുൻ എന്ന് പറയുന്നത്. പിന്നെ അല്ലാതെ ഈ ജിലേബിയുടെ കൂടെ റാബ്ഡി എന്ന് പറഞ്ഞ് പാലിങ്ങനെ കുറുക്കി അതിൻ്റെ പുറത്ത് ഒഴിക്കും. പിന്നെ ഐസ്ക്രീം, അങ്ങനെ കുറച്ച് ഡെസേർട്ട്സും കാര്യങ്ങളും. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് വേറെയും കുറച്ച് സ്നാക്സും പിന്നെ ഡ്രിങ്ക്സ് വേണ്ടവർക്ക് അതും ഉണ്ടായിരുന്നു. പിന്നെ ഫാൻറ്റ, മിറിൻഡ, മോക്ടെയിൽ, കോക്ടെയിൽ അതൊക്കെ അപ്പർ സെക്ഷനുണ്ട്. ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല കേട്ടോ, കാരണം നമ്മളതൊന്നും ടേസ്റ്റ് ചെയ്യാൻ പോകുന്നില്ലല്ലോ. ഇതൊക്കെ അതിന് വേണ്ടിയുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ ആ സെക്ഷനിലോട്ട് ശരിക്കും തുടങ്ങുന്നതല്ലേ ഉള്ളൂ, ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ ഈ സെക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചേക്കുന്നതും അങ്ങനെയൊക്കെ ഉള്ളതാണ്. കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഞങ്ങൾ കഴിച്ചായിരുന്നു. ഫ്രൂട്ട്സും സ്നാക്സും ഡെസേർട്ടും കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. മെയിൻ കോഴ്സ് നമുക്കപ്പോഴത്തേക്ക് കഴിക്കേണ്ടി വന്നില്ല. അപ്പോൾ എല്ലാവരും അവരവരുടെ ബിസിനസ്സാണ്, ആരെയും ഡിസ്റ്റർബ് ചെയ്തില്ല. നമുക്ക് പോവുക, എടുക്കുക, കഴിക്കുക. വേണമെങ്കിൽ നമ്മൾ അവിടെ ഇരുന്നിട്ട് അവിടെ ഇരിക്കുന്ന വെയിറ്റേഴ്സിനോട് പറഞ്ഞാൽ അവർ കൊണ്ടും തരും. നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനെയും നമുക്ക് കഴിക്കാമായിരുന്നു. പിന്നെ ചൂട് നമ്മുടെ ഹീറ്റേഴ്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ല തീ ഇട്ടിങ്ങനെ നെരിപ്പോട് പോലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അകത്ത് കയറുമ്പോൾ അധികം തണുപ്പ് ഫീൽ ചെയ്തില്ല. ഇതൊക്കെ നോൺ വെജ് സെക്ഷൻ കേട്ടോ. അവിടെ ഞങ്ങൾ കുറേ നേരം നിന്ന് കഴിച്ചു. ഇങ്ങനെ അവർ ചൂടോടിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അതെല്ലാം ഞങ്ങൾ വറക്കി കഴിച്ചു. പിന്നെ ഞാനൊരു സ്കൂപ്പ് വാനില ഐസ്ക്രീമും അങ്കു ഒരു സ്കൂപ്പ് ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമും കഴിച്ചു കേട്ടോ. തണുപ്പാണെങ്കിൽ ഐസ്ക്രീം കഴിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ശരിക്കും തണുപ്പത്തെ ഐസ്ക്രീം കഴിച്ചാൽ അത്രയും ബുദ്ധിമുട്ട് വരത്തില്ലെന്നാണ്, ചൂടത്തെക്കാട്ടിയും നമുക്ക് കംഫർട്ടബിളായിട്ട് കഴിക്കാൻ ഐസ്ക്രീം എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. പിന്നെ ഇത് ചൂടോട് ജിലേബി ഉണ്ടാക്കുന്നതാണോ, അതൊരു സ്കില്ല് തന്നെ കേട്ടോ. ഞാൻ കുറച്ച് നേരം അതിങ്ങനെ നോക്കി നിന്ന് അതിങ്ങനെ ചൂടോടെ നമുക്കങ്ങനെ ഇടും. അതിൻ്റെ പുറത്താണ് ഈ റാബ്ഡി എന്ന് പറയുന്ന സാധനം, എന്തോ വെള്ള കളറിലെ ഒഴിച്ച് കഴിക്കാം. പിന്നെ ഈ ഗാജർ ഹൽവ, ക്യാരറ്റ് ഹൽവയായത് കുറേ നട്ട്സൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രാക്കെ കോമ്പയറിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ ഞാൻ രാക്കയും കഴിച്ചോ, ഞങ്ങൾ ഒരുവിധമൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞു. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ ഫുഡിൻ്റെ ഐറ്റംസ് എടുക്കുകയാണെങ്കിൽ എനിക്കത് കാണിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഐറ്റംസും ഉണ്ട്. വറുത്തതും പൊരിച്ചതും പുഴുങ്ങിയതും എന്തൊക്കെയോ ദോശ പോലൊക്കെ, അടദോശ പോലൊക്കെ ഇരിക്കുന്ന സംഭവങ്ങളും ചീല എന്നൊക്കെ പറയൂടെ കേട്ടോ. പിന്നെ അവരുടെ പലതരം ചട്നികൾ, ഗ്രീൻ ചട്നി, റെഡ് ചട്നി, അതൊക്കെ കൂട്ടി നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എടുത്ത് ഇങ്ങനെ കഴിച്ച് നടക്കാം, ഇരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എത്ര ഫ്രീ ആണെന്ന് പറഞ്ഞാലും എന്തൊക്കെയാണെങ്കിലും നമ്മൾ മതിയെന്ന് തോന്നിയ നിർത്തുന്ന ഒരു സംഭവം ആഹാരം, അതായത് നമ്മുടെ ഫുഡ് തന്നെയല്ലേ. വയറ് നിറഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുമോ? ആരാണെങ്കിലും നമുക്ക് വയറ് നിറഞ്ഞാൽ പിന്നെ ആഹാരം കഴിക്കാൻ പറ്റില്ലല്ലേ. ഇത് നമ്മുടെ പഴയ വീടിൻ്റെ ഏറ്റവും താഴത്തെ വീട്ടിൽ താമസിച്ചിരുന്ന ഫാമിലി ആട്ടോ. അവർക്ക് ട്വിൻസാണ് ഉണ്ടായത്. അപ്പോൾ ഇവർ ശരിക്കും നാഗ്പൂരുകാരാട്ടോ. അവർ വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങളും ആദ്യമായിട്ടാണ് കുഞ്ഞുങ്ങളെ കാണുന്നത്. ക്യൂട്ട് 2 ഏഞ്ചൽസ്.
പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞല്ലോ, വെയിറ്റേഴ്സ് ഇങ്ങനെ നിൽക്കും. നമുക്ക് എന്ത് വേണമെങ്കിലും അവരോട് പറഞ്ഞാലും കൊണ്ടുവരും. നമ്മൾ ആദ്യം നോക്കിയിട്ട് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ, പിന്നെ അല്ലാതെ അവരിങ്ങനെ കൊണ്ടു നടക്കും. പിന്നെ നമ്മുടെ ഹീറ്റേഴ്സ്, ഞങ്ങൾ നല്ലൊരു ഹീറ്റർ നോക്കി അതിൻ്റെ താഴെ വന്നിരിക്കുക, കുറച്ച് ചൂട് കിട്ടുമല്ലോ. പിന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ നമുക്ക് അത്ര തണുപ്പ് തോന്നത്തില്ല. തണുപ്പില്ലെന്നല്ല, തണുപ്പുണ്ട്, പക്ഷേ ഇതിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു സുഖം. അങ്ങനെ ഞങ്ങൾ ആ ചൂടും പറ്റി ഇങ്ങനെ ഇരിക്കുക. അങ്ങ് ഒരു കോഫിയൊക്കെ കുടിച്ച് എന്തെങ്കിലും വായന്ന് പോകുന്നുണ്ട് കേട്ടോ, നേരത്തെ ഞാൻ കാണിച്ച പോലെ. ഞാനും അപ്പോൾ ഒരു ഹോട്ട് ചോക്ലേറ്റ് വാങ്ങിച്ച് കുടിക്കുക. അതിലെ കൂടെ പോയപ്പോൾ എനിക്ക് കൊതി തോന്നി വാങ്ങിച്ചതാ. DJ ഒരു സൈഡിൽ കൂടെ തകർത്ത് നടക്കുക. നമ്മുടെ അങ്കും ഫ്രണ്ട്സും കൂടെ ഡാൻസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരുടെയും വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണല്ലോ. ഇനി അതിൻ്റെ എനർജി ഒന്ന് പുറത്തോട്ട് കളയണ്ടേ. പിന്നെ ഇതെന്താണെന്നറിയാമോ, നമ്മുടെ കോട്ടൺ ക്യാൻഡി ആട്ടോ, പഞ്ഞി മിഠായി. അവരിതേ ഈ മെഷീനിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അതെന്തോ ചെയ്തിങ്ങനെ എടുക്കുന്നതാണ് ആ മെഷീൻ തന്നെ. പിന്നെ പോപ്കോണും പിള്ളേരുടെ സെക്ഷനായത് കേട്ടോ, പിള്ളേരുടെ കളിക്കുന്ന സ്ഥലവും. അങ്കുവൊക്കെ ഇപ്പോൾ വലുതായി, ആ സൈഡിലോട്ടൊന്നും അവർ പോകത്തില്ല. പിന്നെ ഈ സാധനം ഞാൻ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അവന്. അങ്ങനെ ഞാൻ പറഞ്ഞത് അയാൾ ഉണ്ടാക്കുന്നത് നോക്കിയേ, ഇത് ചുറ്റി എടുക്കും. ഇത് കളറുള്ള സംഭവം നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കളറില്ല കേട്ടോ. എനിക്കിത് കാണുമ്പോൾ കിൽക്ക സിനിമ ഓർമ്മ വരുന്നത്. രേവതി ഇത് കഴിക്കത്തില്ലേ ഊട്ടിയിൽ പോയിട്ട്, അതൊരെണ്ണം വാങ്ങിച്ച് അങ്കുവിന് കൊടുത്തു. അങ്കു ഹാപ്പി, അവനതൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവൻ ക്ഷീണിച്ച് ഉറക്കം വന്ന് തുടങ്ങി. വീട്ടിൽ പോകണം എന്ന് ആ മോഹം കണ്ട എനിക്ക് മനസ്സിലായി. അമ്മ ഏകദേശം സൈഡായിട്ടോ, ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്കിനി പോയി കിടന്നാൽ മതി. ഞാനും ശരിക്കും വശം കെട്ടി, എനിക്ക് ആ സൗണ്ട് ഒരുപാട് അങ്ങോട്ട് പറ്റത്തില്ല. പിന്നെ നമ്മുടെ പഴയ വീട്ടിലുണ്ടായിരുന്ന ദീദിയായിട്ട് ഫോട്ടോഗ്രാഫും പിന്നെ കുറച്ച് അല്ലാതെയുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കോഫി ഉണ്ടാക്കുന്നുണ്ടോ. അത് ഒരു കോഫിയും വാങ്ങിച്ചു കുടിച്ചിട്ട് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ മെല്ലെ നടക്കാം. കാരണം ന്യൂ ഇയർ ആവുന്നവരെ ഓൾമോസ്റ്റ് ഒരു 10:45 കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് റെഡിയായി. ഒരു 11 മണി വരെ പിടിച്ച് നിന്ന് കേട്ടോ. ഇനി പറ്റത്തില്ല, അപ്പം ഞങ്ങൾ തിരിച്ചു പോവാ. രാക്കെടുത്ത് എല്ലാവരോടും ബൈ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോവാം. നല്ല തണുപ്പാന്നേ. അയ്യോ, ഉള്ളിലൊക്കെ ഐസാന്ന് തോന്നുന്നു. പുല്ലിലൊക്കെ വെള്ളം വീണ് ഐസായി കേട്ടോ. അതുപോലെ തന്നെ വണ്ടികളൊക്കെ ഇട്ടേക്കുന്നുണ്ട്, അതിന്റെ ആ ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ വെള്ളം വന്ന് വീണ് ഐസ് പാളി പോലെ ഇങ്ങനെ കിടക്കുക. അത്രയ്ക്ക് തണുപ്പുണ്ട്. എനിക്കും അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും വീട് പറ്റിയാൽ മതി. രാക്കേക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാതെ വരാൻ പറ്റത്തില്ല. പിന്നെ അങ്കു പറഞ്ഞു കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വരാം. അവന്റെ വീണ്ടും കുറച്ച് ഫ്രണ്ട്സിനെ കണ്ട് അവൻ അവിടെ നിൽക്കും. അപ്പൊ ഞാനും അമ്മയും തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. ഇന്നിവിടെ നിർത്തുക കേട്ടോ. ഒത്തിരി സ്നേഹത്തോടെ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.